പിന്നെ യോഗ യോഗവും സുസ്ഥിരതയും എന്നാണല്ലോ നമ്മുടെ വിഷയം. അതില് അപ്പൊ ഈ രണ്ട് പദങ്ങളെയും നമ്മൾ നിർവചിച്ച് തുടങ്ങുന്നതായിരിക്കും അതിന്റെ ശരി എന്ന് തോന്നുന്നു. പക്ഷെ അതിൽ ആദ്യത്തെ പദം എന്നുള്ള യോഗം എന്നുള്ളത് സഹസ്രാബ്ദങ്ങളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മഹാന്മാരായിട്ടുള്ള എത്രയോ ആളുകൾ അത് നിർവചിച്ചതാണ്. മാത്രമല്ല ഇത്തരം ഒരു ഗ്രൂപ്പില് ആ ഒരു ഭാഗത്തെ നിർവചിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം എല്ലാവരും ആ ഒരു യോഗം എന്നുള്ള എന്താന്നുള്ളതിനെ കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വിജ്ഞാനവും അതിന്റെ ഒരു പരിചയവും ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ ആ ഒരു സാഹസത്തിന് ഞാൻ മുതിരേണ്ടതില്ല. മറ്റേ സുസ്ഥിരത എന്നുള്ള ഭാഗത്തെ കുറിച്ച് മാത്രം, അതും ഈ യോഗവുമായിട്ടുള്ള കണക്ഷനെ കുറിച്ച് മാത്രം വളരെ ചുരുക്കം ചില വാക്കുകളിൽ സംസാരിക്കാനാണ് ഞാൻ. ഈ സുസ്ഥിരത എന്നത് വളരെ അടുത്ത കാലത്ത് മനുഷ്യരാശിയുടെ അവബോധത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളൊരു ഒരു കാഴ്ചപ്പാടിന്റെ, ഒരു പുതിയ സമീപനത്തിന്റെ, അല്ലെങ്കിൽ ജീവിത വീക്ഷണത്തിന്റെ ഒരു അതുമായിട്ട് ചേർന്ന് വരുന്ന ഒരു പദാവലിയാണ് സുസ്ഥിരത എന്നത്. കാരണം ബാക്കി ഒരു ജീവജാലത്തിനും അങ്ങനത്തെ ഒരു സുസ്ഥിരതയെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യം. കാരണം ഈ ഭൂമിയിലെ മറ്റെല്ലാ ജീവജാലങ്ങളും അവര് എങ്ങനെയാണോ ഈ പ്രകൃതിയിൽ രൂപം കൊണ്ടത്, ഉരുവം കൊണ്ടത്, എന്താണോ ഈ പ്രകൃതി അവരിലെ, ഏത് തരത്തിലുള്ളൊരു ജീവിതമാണോ പ്രകൃതി അവരിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അവര് അത് അണുകിട മാറാതെ അതിനെ കവച്ചു വയ്ക്കാൻ ശ്രമിക്കാതെ അതിനകത്ത് തന്നെ ജീവിക്കുകയും അതിനകത്ത് തന്നെ ഒടുങ്ങുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയില് ഒരു ജീവി അതിന്റെ നിലനിൽപ്പിന്റെ വേളയിൽ ഏൽപ്പിക്കുന്ന ആഘാതം എന്നത് സീറോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു ജീവികൾക്കും ഇങ്ങനെ ഈ സുസ്ഥിരതയെ കുറിച്ചുള്ള വേവലാതിയുടെ ആവശ്യം വരും. പക്ഷെ മനുഷ്യന്റെ നിലനിൽപ്പ് അങ്ങനെയല്ല. മനുഷ്യൻ ഈ ഭൂമിയിൽ രൂപം കൊണ്ട നിമിഷം മുതൽ മറ്റ് ജീവജാലങ്ങളെ പോലെ അല്ല, ഒരു പ്രകൃതിയുമായിട്ടൊരു വൈരുദ്ധ്യാത്മക ബന്ധത്തിലാണ്. പ്രകൃതിയിൽ ഇടപെട്ടുകൊണ്ടാണ് പ്രകൃതി നിയമങ്ങളെയും പ്രകൃതിയിലുള്ള ജീവിതം എന്നതിൽ ഉണ്ടാവുന്ന ഓരോ നിമിഷത്തിലും ഉണ്ടാവുന്ന വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടും അതിജീവിച്ചുകൊണ്ടും സാഹസപ്പെട്ടിട്ടുള്ള ഒരു ജീവിതമാണ് മനുഷ്യകുലത്തിനുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ മനുഷ്യകുലം ഇന്നോളം ഈ ഭൂമിയിൽ ഏൽപ്പിച്ചിട്ടുള്ള ആഘാതം എന്നത് അത് എന്താ പറയാ, അവൻ മാത്രമായി ഏൽപ്പിച്ചതും അത് അവന്റെ തന്നെ നിലനിൽപ്പിന് പോലും, ഈ ഭൂമിയുടെ തന്നെ നിലനിൽപ്പിന് പോലും അതിനെ പോലും പരിമിതമാക്കുന്ന രീതിയിൽ, അപകടകരമായ രീതിയിൽ ഉള്ള ഒരു ഇടപെടലാണ് മനുഷ്യനിൽ നിന്ന് ഉണ്ടായത്. അതിനെക്കുറിച്ചുള്ള ഈ അവബോധം പക്ഷെ വളരെ അടുത്ത കാലത്താണ് ഈ ഒരു കൺസെപ്റ്റ് തന്നെ അത് ശരിയല്ല. നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് നമ്മൾ എത്രത്തോളം സ്വീകരിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മൾ തിരിച്ച് പ്രകൃതിയിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ പ്രകൃതിയെ അതേപടി നിലനിർത്തിയിട്ട് ഇനിയും ഉള്ള തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത്. നമ്മളായിട്ട് ഈ പ്രകൃതിയിൽ ഏൽപ്പിക്കുന്ന ആഘാതം അത്രമേൽ കുറയ്ക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു വിഷമസന്ധിയിലേക്ക് മനുഷ്യനെത്തിയത്, ആ അവബോധത്തിലേക്ക് മനുഷ്യനെത്തിയത് വളരെ അടുത്ത കാലത്താണ്. അപ്പൊ ഇത്രയും കാലം ഉള്ള മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞത് അതൊരു വിജയഗാഥയായിട്ടും പോരാട്ടമായിട്ടും മനുഷ്യന് മാത്രമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള മേന്മയായിട്ടും ഒക്കെ ആണ് ഇത്രയും കാലം പരിഗണിച്ചു വന്നത്. പക്ഷേ ഒരു വയലാറിന്റെ മറ്റേ ഒരു കവിതയിലുണ്ടല്ലോ, മറ്റേ ചന്ദ്രനിലേക്ക് അമ്പിളിമാമൻ അവിടെ നിന്ന് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, ഈ ഭൂമി ഇനി എത്ര ഭാഗ്യവതിയാണ്, ഇതുപോലത്തെ മനുഷ്യൻ അവിടുന്ന് കുറച്ച് ആളുകളെ മനുഷ്യരെ ഇങ്ങോട്ട് കയറ്റിയിരിക്കുക എന്ന് അമ്പിളിമാമൻ പ്രാർത്ഥിക്കുന്നതായിട്ട് ഒരു കവിതാ ശകലൻ. ആ കാലത്ത് വയലാറിൻ്റെതാണ്. അപ്പൊ ആ കാലത്ത് മനുഷ്യൻ എന്നത് ഒരു അനുഗ്രഹമായിട്ടും മറ്റെല്ലാ ഈ പ്രപഞ്ചം മുഴുവൻ അതിന്റെ അനിവാര്യതയായിട്ട്
അങ്ങനെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് മനുഷ്യനെ കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരിക്കലും ചന്ദ്രനോ അല്ലെങ്കിൽ വേറൊരു ഗ്രഹമോ ഉപഗ്രഹമോ പിന്നെ മനുഷ്യനെ ഒരിക്കലും സ്വീകരിക്കാൻ തയ്യാറാവില്ല. കാരണം എന്താ വെച്ചാല് മനുഷ്യൻ എന്ന ജീവി ഉണ്ടായത് കൊണ്ട് മാത്രം ഈ ഭൂമി അതിന്റെ അന്ത്യത്തോട് വളരെ വേഗത്തിൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യം ഇപ്പം എല്ലാവർക്കും. അത് ഇതാണ് നമ്മുടെ ഒരു ഈ സുസ്ഥിരതയെ പറ്റിയുള്ള കൺസെപ്റ്റിന്റെ ഒരു അടിസ്ഥാനപരമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. കാരണം നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഏത് പശ്ചാത്തലത്തിലാണ് നിങ്ങൾ ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ അതിനെപ്പറ്റി എനിക്കൊരു ഞാൻ എൻ്റെ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഈ സുസ്ഥിരത എന്ന ഈ കൺസെപ്റ്റ് നമ്മളിൽ വരുന്നതിനൊക്കെ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യോഗം എന്നുള്ള യോഗവിദ്യ ഇത് ഈ കാര്യത്തെ മനസ്സിലാക്കി. കാരണം മനുഷ്യൻ എന്നുള്ളത് അവൻ പിന്നെ ഈ പ്രകൃതി അനുവദിച്ചതിനപ്പുറത്തേക്കുള്ള ഒരു പ്രതിഭാസമാണ് എന്നും അതിൻ്റെതായിട്ടുള്ള തിരിച്ചടികൾ അവനിൽ ഉണ്ടാവുന്നുവെന്നും അന്ന് തന്നെ അവർ കണ്ടെത്തിയത്. അപ്പൊ അതിനെ കുറച്ച് കൊണ്ടുവന്നിട്ട് പ്രകൃതിയുമായിട്ട് ഏറ്റവും ലയത്തിൽ ജീവിക്കാനുള്ള ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്കാണ് യോഗ പദ്ധതി തന്നെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്, അതിൽ രൂപപ്പെട്ടു വന്നത് നമ്മുടെ സമൂഹം. അതായത് മനുഷ്യൻ എത്രത്തോളം മനുഷ്യനായിട്ട് വികസിച്ചു വരുന്നതിനനുസരിച്ച് ഈ പ്രകൃതിക്ക് ദോഷകരമായി മാറുന്നു. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവൻ മുന്നേറുന്നു. അത്രത്തോളം ഈ പ്രകൃതി നിർദ്ധാരണം എന്നത് അവനിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമ്മൾ എത്രത്തോളം ഈ പ്രകൃതിയുടെ ഇതെന്ന് വ്യത്യസ്തമാവാനും അതിനെ അതിജീവിക്കാനും ശ്രമിക്കും തോറും പ്രകൃതി എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിന്റെ ബാലൻസിങ്ങിന് അത് സൂക്ഷ്മമായ രീതിയിൽ നമ്മളിൽ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ നോക്കും മനുഷ്യ മനസ്സ് എന്നത് ബാക്കി എല്ലാ ജീവികളിൽ നോക്കും മനസ്സ് എന്ന പ്രതിഭാസം അവരുടെ നിലനിൽപ്പിന് ഒരിക്കലും അനുപൂരകമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ വേണ്ട അളവിൽ മാത്രമേ. പക്ഷെ മനുഷ്യനിൽ നോക്കൂ, മനസ്സ് എന്ന ഒരു സാമൂഹിക ഉത്പന്നം അല്ലെങ്കിൽ ഒരു ഭാഗം ഡെവലപ്പ് ചെയ്ത് വരികയും ആ മനസ്സ് എന്നുള്ളത് തന്നെ അവനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇന്ന് നമുക്കറിയാലോ, ഇന്ന് നമ്മളുടെ മനുഷ്യകുലനെ ആർജിച്ചിട്ടുള്ള എല്ലാ വികസനം എന്ന അല്ലെങ്കിൽ പുരോഗതി എന്നതിന്റെ കാരണമായത് അവന് സവിശേഷമായ മനോഘടനയുള്ളതുകൊണ്ട്, ആ ചിന്താ പദ്ധതി ഉള്ളതുകൊണ്ട്. അതേസമയം ഇന്ന് അവനിൽ ഓരോ മനുഷ്യനിലും ഏറ്റവും അധികം അവനെതിരെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുന്നതും മനുഷ്യകുലം തന്നെ തമ്മിൽ ആക്രമിച്ചുകൊണ്ടും പൊരുതിക്കൊണ്ടും അവനവനെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടും ഈ പ്രകൃതിയെ തന്നെ അവൻ രൂപപ്പെട്ടു വന്ന അതിന്റെ ഈ മണ്ണിനെ തന്നെ, ഈ ഭൂമിയെ തന്നെ വാസയോഗ്യമല്ലാതാക്കുന്ന അളവിലേക്കും പരിണമിപ്പിച്ചതിലും പ്രധാന പങ്ക് ഇവന്റെ മനസ്സ് തന്നെയാണ്. അപ്പൊ അതില് ഈ മനസ്സ് എന്നത് ഏറ്റവും വലിയ ഭാരമായിട്ട് മനുഷ്യന് 10,000 വർഷം മുതൽക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. മനസ്സ് വികസിച്ചതിനനുസരിച്ച് നമ്മളിൽ നിന്ന് ആ സ്വാസ്ഥ്യം നഷ്ടപ്പെട്ടു. പ്രകൃതിയിൽ മറ്റെല്ലാ ജീവികളും ആ ഒരു ആനന്ദത്തിൽ ജീവിക്കുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലേ, ഒരു കുറുമ്പായാലും ഒരു സിംഹമായാലും മാനായാലും മുയലായാലും ഒരു സസ്യമായാലും എല്ലാ ജീവികൾക്കും ജീവിതം എന്നത് നിലനിൽപ്പ് എന്നത് എക്സ്റ്റസി തന്നെയാണ്. ആർക്കും അസ്തിത്വ ദുഃഖം എന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതിന് കാരണം എന്താ? മനുഷ്യനിൽ മനസ്സ് എന്നത് അത്രയധികം വികസിച്ചു വന്നു എന്നുള്ളതും ആ വികസിച്ചു വന്ന മനസ്സ് അവനെ പ്രകൃതിയിൽ നിന്ന് അകറ്റി എന്നുള്ള നിന്ന് അകറ്റുകയും നമ്മൾ അങ്ങനെ പ്രകൃതിയിൽ നിന്ന് അകന്നകന്ന് പോകും തോറും നമ്മളിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ച് വരികയും ചെയ്യുന്നു എന്ന് ആ ബോധ്യത്തിന്റെ
എങ്ങനെ നമുക്ക് ജീവിതത്തെ ആനന്ദകരമാക്കാം, മറ്റെല്ലാ ജീവികളെയും അനുഭവിക്കുന്ന പോലുള്ള ആനന്ദം നമുക്കും എങ്ങനെ കണ്ടെത്താൻ കഴിയും? അതിന് നമ്മളിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഈ മനസ്സ് എന്ന ഫാക്കൽറ്റിയെ അതേപടി നിശബ്ദമാക്കുകയാണ് ഒരേ ഒരു വഴി. അതാണ് യോഗവിദ്യയുടെ അടിസ്ഥാനം. അപ്പൊ നോക്കൂ, ഒരു തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 10,000 5,000 അല്ലെങ്കിൽ 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ സുസ്ഥിരത ഈ പ്രകൃതിയിൽ നമുക്ക് അർഹതപ്പെട്ടത് മാത്രം എടുക്കുക. നമുക്ക് പ്രകൃതിയിൽ ഒരുപാട് സംഭവം ഉണ്ടായി, പക്ഷെ അതിൽ നമുക്ക് അർഹതപ്പെട്ടത് മാത്രം എടുക്കുക എന്നും തിരിച്ച് അതിന്റെ ഒരു ആഘാതം നമ്മൾ കടന്നു പോകുന്നതോട് കൂടിയിട്ട് അതിൽ ആ ഒരു മുദ്ര അവിടെ പതിയാതെ ഒരു കാറ്റ് വീശിയതുപോലെ വരികയും പോവുകയും ചെയ്യുക എന്നുള്ള ആ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗവിദ്യ രൂപപ്പെട്ടത്. അപ്പോൾ മനസ്സിനെ നിശബ്ദമാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് യോഗവിദ്യയുടെ. മനസ്സ് ചഞ്ചലമാണ്, അതിന്റെ സ്വഭാവം അങ്ങനെയാണ്. അത് നിശബ്ദമായി വരുമ്പോൾ ഒരു സ്റ്റേജിൽ പരിപൂർണമായ സൈലൻസിൽ നമ്മൾ എത്തുകയും മനസ്സ് എന്ന സാധനത്തെ നമ്മൾ അതിജീവിക്കുകയും, അപ്പോൾ നമ്മൾ മറ്റെല്ലാ ജീവികളെയും പോലെ പ്രകൃതിയുമായിട്ട് പ്രകൃതിയുടെ ഈ വൈബ്രേഷനുമായിട്ട് താതാത്മ്യപ്പെട്ട ഒരു ജീവിയായിട്ട് അവന്റെ സ്വാഭാവികമായ ആനന്ദം, അതാണ് സച്ചിദാനന്ദം എന്ന് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും മറ്റു മൃഗങ്ങളെയും സസ്യങ്ങളെയും പോലെ മനുഷ്യനും ആനന്ദ സ്വരൂപരാണ്. കാരണം ഒരു മനുഷ്യൻ എന്ന ജീവി അല്ലെങ്കിൽ വേറെ ഏതൊരു ജീവി രൂപം കൊണ്ടിട്ടുള്ളത് എങ്ങനെയാണ്? അതിന്റെ വർഗത്തിൽപ്പെട്ടിട്ടുള്ള 2 ജീവികളുടെ ഏറ്റവും ആനന്ദകരമായ ഒരു സമ്മേളനം മുഹൂർത്തത്തിലൂടെയാണ് പുതിയൊരു ജീവി രൂപപ്പെടുന്നത്. അപ്പൊ ആനന്ദത്താൽ രൂപപ്പെട്ട അതാണ് പുതിയ ഓരോ ജീവിയും. അങ്ങനെ ആവുമ്പോൾ അതിന്റെ യഥാർത്ഥ സ്വരൂപം ആനന്ദമായിരിക്കാനേ വഴിയുള്ളൂ. ഏറ്റവും ആനന്ദകരമായ മുഹൂർത്തത്തിലെ സമ്മേളനത്തിലൂടെ ഉണ്ടാവുന്ന ഒരു ജീവി എങ്ങനെയാണ് ദുഃഖഭരിതനായി മാറുന്നത്? അപ്പൊ അത് മറ്റെല്ലാ ജീവികളെയും പോലെ നമ്മുടെയും യഥാർത്ഥ സ്വരൂപം ആനന്ദം തന്നെയാണെന്ന് കണ്ടെത്തുകയും ആ നഷ്ടപ്പെട്ടു പോയ മനസ്സ് എന്ന ഫാക്കൽറ്റി ഡെവലപ്പ് ചെയ്തോട് കൂടിയിട്ട് നമ്മൾ ക്രമേണ ആനന്ദത്തിൽ നിന്ന് അകന്നുപോയി എന്നും അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് യോഗവിദ്യയുടെ അടിസ്ഥാനം. അതിനുവേണ്ടിയാണ് യോഗവിദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നിലയ്ക്ക് നമ്മൾ വിചാരിക്കും ഇങ്ങനെ ശരീരം അങ്ങോട്ട് വളച്ചിട്ട് ഒക്കെ ചെയ്യുന്ന അത് അതിന്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നു. പ്രാണായാമമാണ് യോഗവിദ്യയുടെ കോർ എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ ഒരു അടിസ്ഥാന തത്വം കൂടി പറഞ്ഞിട്ട് നമുക്കത് അവസാനിപ്പിക്കാം. ഈ യോഗവിദ്യ മനസ്സിലാക്കുന്നത് ഒരു ജീവി ഇവിടെ രൂപപ്പെടുമ്പോൾ തന്നെ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ നമ്മളുടെ പാരമ്പര്യപരമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ അടിസ്ഥാനത്തിൽ, അതായത് നമ്മളുടെ ക്രോമസോം ജീൻ ജനറിക് ആയിട്ടുള്ള നമ്മളുടെ ഒരു ഘടനയുടെ അടിസ്ഥാനത്തിൽ ഇത്ര ബ്രീത്ത് എടുക്കുന്നത് വരെയാണ് അയാൾക്ക് ഭൂമിയിൽ ലൈഫ് എന്ന് നിശ്ചയിക്കപ്പെട്ടത്. ഇപ്പൊ നമ്മളൊരു TV അല്ലെങ്കിൽ എന്തെങ്കിലും വാഷിംഗ് മെഷീൻ എന്ത് വാങ്ങുമ്പോഴും അതിൽ ഒരു പ്രത്യേക ചിപ്പ് ഉണ്ട്, അതിന്റെ ഒരു ഘടനയുണ്ട്. നിങ്ങൾ ഇത്ര സമയം അത് ഹീറ്റായാൽ അതിന്റെ പ്രോസസ്സർ ഇത്ര ടൈം ഇത്ര മണിക്കൂർ ഹീറ്റായി കഴിഞ്ഞാൽ തന്നെത്താൻ അത് കേടുവന്നു പോകും എന്നുള്ള ഒരു സാധനം ഇംപ്ലാന്റ് ചെയ്തിട്ടാണ് എല്ലാ പ്രോഡക്ട്സ് ഇറക്കുന്നത്. അതേപോലെ മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അത് ഇത്ര ബ്രീത്താണ് അയാളുടെ ഇന്റേണൽ ഘടന അനുസരിച്ച് ഉള്ളത്. അപ്പൊ ആ ബ്രീത്ത് കഴിയുന്നതോട് കൂടിയിട്ട് ആ ജീവിക്ക് ഈ ജീവിതം തന്നെ നമ്മൾ കൊഴിഞ്ഞു പോകും, സ്വിച്ച് ഓഫ് ആവും. ഈ രഹസ്യം മനസ്സിലാക്കിയിട്ട് നോക്കൂ, അപ്പോഴും അവിടെ ഇത് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് അത്രയും ബ്രീത്ത് എടുത്തിട്ട് അവസാനിപ്പിക്കാനല്ല, അവിടെ പ്രകൃതിക്ക് എതിരെ അല്ലാതെ ആ നിയമത്തിന് വഴങ്ങിക്കൊണ്ട് തന്നെ എത്ര കൂടുതൽ കാലം കൊണ്ട് ആ ബ്രീത്ത് ഉപയോഗിച്ച് കഴിയാം. പ്രകൃതിക്ക് നമുക്ക് ഇത്രയും ബ്രീത്ത് അനുവദിച്ചിട്ടുണ്ട് ജന്മത്തിൽ. പക്ഷെ ആ അനുവദിച്ച ബ്രീത്തിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ദിവസം ഞാൻ 21,000 ചില്ലാനം ബ്രീത്താണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ 15-16 ബ്രീത്ത് എടുക്കുന്നു.
ഈ ബ്രീത്തിന്റെ ആ 15 ബ്രീത്ത് എന്നുള്ളതിനെ 14, 13, 12, 9, 10 ആക്കിക്കൊണ്ട് അങ്ങനെ കുറച്ചുകൊണ്ട് വരും തോറും നമ്മൾ എന്ത് ചെയ്യും? പ്രകൃതി നമുക്ക് അനുവദിച്ചിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പ്രകൃതി നമുക്ക് ഒരു ദിവസം എടുക്കാൻ അനുവദിച്ചിട്ടുള്ള ബ്രീത്ത് പോലും അതുപോലും നമ്മൾ കൺസ്യൂം ചെയ്യാതെ അതിനെയും നമ്മൾ സംരക്ഷിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തായി? അപ്പൊ 80 വർഷം ബ്രീത്ത് എടുക്കാനുള്ള പിന്നെ സ്ട്രക്ചറോട് കൂടിയിട്ട് ജനിക്കുന്ന ഒരാള് ബ്രീത്തിന്റെ ആ റേറ്റ് കുറച്ച് വരുമ്പോ എന്താവും? 90 വർഷം വരെ 90 വർഷം കൊണ്ട് അത്രയും ബ്രീത്ത് ഉപയോഗിച്ചാൽ മതി. അതാണ്. അപ്പൊ പ്രകൃതിക്ക് പ്രകൃതി നിയമങ്ങളെ അതിനെ കവച്ചു വെക്കാനോ എതിരിടാനോ അതിനോട് പോരാടാനോ അല്ല ഇവിടെ നമ്മൾ യോഗവിദ്യ അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. നമ്മൾ ആ പ്രാണായാമത്തിലൂടെ 2 തരത്തിലാണ് യോഗികൾ ഇത് സാധ്യമാക്കുന്നത്. അതായത് ഒരു മിനിറ്റിലെടുക്കുന്ന ബ്രീത്തിന്റെ എണ്ണത്തെ സദാസമയവും കുറച്ച് കൊണ്ടുവരാൻ 2 തരത്തിലുള്ള വിദ്യകളാണ് പ്രാണായാമത്തിലെ 2 സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഒരു ബ്രീത്ത് എടുത്തിട്ട് ആ ബ്രീത്ത് പുറത്ത് വിടും. അതാണ് ഒരു ബ്രീത്ത് എടുത്ത് അത് പുറത്തു പോകുന്നത് ഒരു ബ്രീത്ത് ആയിട്ട് എടുക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു ഇടവേള, ഒരു ബ്രീത്ത് എടുത്ത് പിന്നെ അത് പുറത്തു പോകുന്നത് വരെയുള്ള സമയത്ത് ആ ഇടവേളയെ ദീർഘിപ്പിക്കുന്നു. അപ്പോൾ ഇടവേളയെ അത് കുംഭകം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പിന്നെ ബ്രീത്ത് എടുത്ത് മൂക്ക് അടച്ചു പിടിച്ച് ആ ഇടവേളയെ ദീർഘിപ്പിക്കുമ്പോൾ അങ്ങനെ ദീർഘിപ്പിക്കുന്ന വിദ്യകൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു മിനിറ്റിൽ 15 ബ്രീത്ത് എടുക്കുന്ന ഇടവേള ദീർഘിച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ബ്രീത്ത് 14ആയിട്ടും 10ആയിട്ടും അങ്ങനെ. വേറെ ചില ആളുകൾ ആ ഇടവേളകളെ ദീർഘിപ്പിക്കുന്നതിന് പകരം ബ്രീത്തിനെ തന്നെ ദീർഘിപ്പിക്കും. അതാണ് കുംഭകം ഇല്ലാത്ത വിദ്യകൾ എന്ന് വെച്ചാൽ അവരെന്താ വെച്ചാൽ ഈ എടുക്കുന്ന സിദ്ധവിദ്യ, ഹംസവിദ്യ ഇങ്ങനെയൊക്കെയുള്ള വിദ്യകളിൽ എന്താ വെച്ചാൽ ഈ എടുക്കുന്ന ബ്രീത്തിനെ തന്നെ നീളം കൂട്ടി വരിക. ബോധപൂർവം നമ്മൾ അബോധത്തിൽ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ബോധപൂർവ്വം ശ്രമിക്കാൻ തുടങ്ങിയാൽ ഈ ശ്വാസം എന്നത് ദീർഘവും സൂക്ഷ്മവുമായി വരും. അങ്ങനെ ശ്വാസത്തിന്റെ തന്നെ നീളത്തെ കൂട്ടി വരുമ്പോഴും എന്ത് സംഭവിക്കും? ഒരു മിനിറ്റിൽ നമ്മൾ ശ്വസിക്കുന്നതിന്റെ റേറ്റ് കുറഞ്ഞു. അങ്ങനെ ഈ 2 വിദ്യകളിലൂടെ യോഗികൾ പ്രകൃതി നമുക്ക് അനുവദിച്ചിട്ടുള്ള ആ ബ്രീത്ത് തന്നെ അത് തന്നെ കൺസ്യൂം ചെയ്യാതെ നമ്മൾ കൂടുതൽ കാലം കൊണ്ട് ആ ബ്രീത്ത് കൺസ്യൂം ചെയ്തിട്ട്, അപ്പൊ നമ്മൾ നോക്കൂ, പ്രകൃതിയിൽ നിന്ന് നമ്മൾ ആവശ്യത്തിലധികം എടുക്കുകയല്ല ചെയ്യും. കണ്ട, ഇപ്പൊ നമ്മൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രകൃതിയിൽ നിന്ന് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഈ സുസ്ഥിരത എന്നുള്ള പ്രശ്നം തന്നെ പൊന്തി വന്നത്. യോഗവിദ്യ സുസ്ഥിരതയിലെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒന്നും നമ്മൾ കൂടുതലേ എടുക്കാൻ ശ്രമിക്കുന്നില്ല. തന്നതുപോലും നമ്മൾ മാക്സിമം പിശുക്കി ഉപയോഗിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് യോഗവിദ്യ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ യോഗവിദ്യ എന്നതാണ് യഥാർത്ഥത്തിൽ സുസ്ഥിരത എന്നുള്ള കൺസെപ്റ്റിന്റെയൊക്കെ അടിസ്ഥാനം എന്നതും ഇത് നമ്മളുടെ ഒരു ഭാരതീയമായ പൈതൃകമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ സുസ്ഥിരതയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നതിനേക്കാൾ 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിനെ നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമാക്കിയിട്ടുള്ള ഒരു വീക്ഷണം അല്ലെങ്കിൽ ഒരു ജീവിത രീതി, അത് ഈ യോഗം എന്നുള്ള യോഗവിദ്യ എന്നതിലാണ് അതിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങോട്ട് കാര്യമായിട്ട് കേൾക്കുന്നില്ലെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടു എന്ന് വിചാരിച്ചു.